36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ ആദ്യം എത്തുന്ന ഘടകപൂരമാണ് കണിമംഗലം ശാസ്താവിന്റേത്. ശരത് ഓങ്ങലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വടക്കുംനാഥൻ പൂരം കണി കണ്ടുകൊണ്ടിരുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ വരവോടുകൂടിയാണ് എന്നാണ് ഐതിഹ്യം. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കണിമംഗലം ക്ഷേത്രത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയാണ് പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. ശ്രീ വടക്കുംനാഥൻ്റെ സന്നിധിയിലേക്ക് പൂരവിശേഷവുമായിട്ട് ആദ്യം എത്തുന്നത്, അതുകൊണ്ട് തന്നെ അതിനുള്ള ചൂട് വയ്ക്കാനുള്ള അവകാശം ഈ കണിമംഗലം ശാസ്താവിനാണ് വിധിച്ചു നൽകിയിരിക്കുന്നത്. വടക്കുംനാഥനെ വണങ്ങുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ഘടകപൂരമാണിത്. ദേവഗുരു ആയതുകൊണ്ടാണ് ഇത്തരമൊരു ആചാരം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ആദ്യ പൂരത്തിനുമുണ്ട് ഈ പ്രത്യേകത. കണിമംഗലം ശാസ്താവിനെ സംബന്ധിച്ച് കണിമംഗലം ശാസ്താവ് വെയിലോ മഴയോ മഞ്ഞോ കൊള്ളാതെ വേണം വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്താൻ എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തുടർച്ചയായിട്ട് 36 മണിക്കൂറാണ് തൃശ്ശൂർ പൂരം നീണ്ടു നിൽക്കുന്നത്. അതിൻ്റെ ആദ്യ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പാണ് ഈ പറയുന്ന കണിമംഗലം ശാസ്താവിൻ്റേത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് വലിയൊരു ഉത്സവമായ കേരളത്തിൻ്റെ ഉത്സവമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ആദ്യത്തെ ഈ ഘടകപൂരത്തിൻ്റെ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും അങ്ങനെ പ്രേക്ഷകരൊക്കെ കാത്തിരുന്ന, അല്ലെങ്കിൽ പൂരപ്രേമികളൊക്കെ കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കണിമംഗലം ശാസ്താവാണ് ആദ്യം എഴുന്നള്ളുന്നത്. അതിനുശേഷം മറ്റ് ഘടകപൂരങ്ങളൊക്കെ തൃശ്ശൂർ നഗരിയിൽ അല്ലെങ്കിൽ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളമുണ്ട്, മട്ടത്തിൽ വരവ്. അതിനുശേഷമാണ് ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് കുടമാറ്റം നടക്കുന്നത്. ഇത്തരത്തിൽ ഇന്നിപ്പോൾ 36 മണിക്കൂറാണ് ഈ തൃശ്ശൂർ പൂരം നീണ്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റു വാർത്തകളിലേക്കൊക്കെ പോകാം. എന്തായാലും സമഗ്ര കവറേജുമായി കൈരളി ന്യൂസ് ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന്.